ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാളൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. ഇപ്പൊ ഒരുപാട് ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് അകാല നര. അതായത് ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്ന ഒരു പ്രവണത. അപ്പൊ ഇതെങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഓടിപ്പോകുന്ന ഒരു വഴിയാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയി കിട്ടുന്ന പല ഹെയർ കളേഴ്സുകളും നമ്മൾ ഉപയോഗിച്ച് നോക്കും. പക്ഷെ ഇങ്ങനെയുള്ള കളേഴ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി കൂടുതൽ ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ മുടിയുടെ കറുപ്പ് മാറിയിട്ട് കൂടുതൽ നരക്കാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഹെയർ ഡൈ യൂസ് ചെയ്ത് നമ്മുടെ മുടി കളർ ചെയ്യുമ്പോൾ ആ കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും. പിന്നീട് അത് കറുപ്പ് മാറി വെളുപ്പിലേക്ക് മാറി വരുമ്പോൾ കൂടുതലായിട്ട് നരച്ചതായിട്ടാണ് നമുക്ക് തോന്നുക. അങ്ങനെ നിങ്ങൾ ഒരു 5-6 പ്രാവശ്യമൊക്കെ മുടിയിൽ ഇങ്ങനെ കളേഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് മുടി നരച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കെമിക്കൽസ് നമ്മുടെ മുടിയിൽ ഉണ്ടാവുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ആവുന്ന ഒരു പ്രവണതയാണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പരിഹാരമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. മാത്രമല്ല ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ മുടിക്ക് ഡാമേജ് വരുന്നില്ല. ഇതിൽ ഒരു കെമിക്കൽസ് നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന, അതുമാത്രമല്ല നമ്മുടെ മുടി കറുപ്പ് കളറിലേക്ക് മാറുകയും ചെയ്യും. അപ്പൊ എന്താണ് ഈ ഹെയർ ഡൈ, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യാൻ. അതായത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ്. പക്ഷെ ഇത് ഉണ്ടാക്കാൻ കുറച്ച് ക്ഷമയൊക്കെ നിങ്ങൾക്ക് വേണം. അല്ലാതെ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ക്രീം നമ്മൾ അപ്പൊ തന്നെ പാക്കറ്റ് പൊട്ടിച്ച് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യും പോലെ അല്ല. മാത്രമല്ല മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഷാംപൂസ് അത് തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ മുടി കറുപ്പാവും. പക്ഷെ അത് നമുക്ക് എത്രത്തോളം പിന്നീട് തലമുടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നൊക്കെ ഞാനിപ്പോ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് അതൊന്നും ഇല്ലാത്ത രീതിയിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മുടെ തലമുടിയിൽ കൂടുതൽ നര വരാതിരിക്കാനും ഉള്ള നരയെ ഹൈഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു മെത്തേഡാണിത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാം. അതിനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് സവാള. ആ സവാളയുടെ തോല്, അതായത് സവാള നമ്മള് ക്ലീൻ ആക്കുമ്പോ പുറം തോലുകളൊക്കെ നമ്മൾ എടുത്ത് കളയില്ലേ, ആ തോലുകൾ എടുത്ത് വെക്കുക. ഏകദേശം ഒരു 3-4 സവാളയുടെ തോല് നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം അത് ഒരു പാനിലിട്ട് നന്നായി ചൂടാക്കുക. ചൂടാക്കുന്ന സമയത്ത് പ്രത്യേകം സൂക്ഷിക്കണം, ഓവർ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ഇത് ചൂടാക്കരുത്. അപ്പൊ തന്നെ കരിഞ്ഞ് കത്തിപ്പോവും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം എടുത്ത് ഇത് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പൊ ഇത് നന്നായിട്ട് കരിഞ്ഞ് ഒരു പൊടി പോലെ ആയിട്ട് കിട്ടും. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പൊടി പോലെ ആയി കിട്ടുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക. ഓക്കെ, മിക്സിയിലിട്ട് അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു കറുത്ത പൊടിയായിട്ടാണ് ഇത് കിട്ടുക. ഇതിലേക്ക് നിങ്ങൾ കറ്റാർ വാഴയുടെ ജെല്ല് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതായത് നമ്മുടെ ഹെയർ ഡൈ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കൺസിസ്റ്റൻസി എങ്ങനെയാണോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് നിങ്ങൾ മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഇതൊരു പാക്കായിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾ എപ്പോഴാണോ എങ്ങനെയാണോ ഹെയർ ഡൈ യൂസ് ചെയ്യാറ് അതേ മോഡലിൽ തന്നെ നിങ്ങൾ ഹെയർ ഡൈ യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയുന്നു, ഹെയർ ഡൈ യൂസ് ചെയ്യുന്നതിന് മുൻപ് ഒരു കാരണവശാലും നിങ്ങൾ തലയിൽ എണ്ണ തേക്കരുത്. എണ്ണ തേക്കാതെ വേണം ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ വെളുത്ത നരയുള്ളത് അവിടെയൊക്കെ നിങ്ങൾ നന്നായി അപ്ലൈ ചെയ്യാം. അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണോ കുളിക്കാറ് അതേ രീതിയിൽ തന്നെ നിങ്ങൾ കുളിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മുടി നന്നായി കറുത്തിട്ടുണ്ടെന്ന്. അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാതെ മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ മുടി കളർ ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി കൂടുതലായി ഡാമേജ് ഉണ്ടാവാനും മുടി കൂടുതലായി നരക്കാനും ചാൻസ് ഉണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ ഉള്ളിയുടെ തോലെടുത്ത് നന്നായി ഫ്രൈ ചെയ്ത് മിക്സിയിലിട്ട് അടിച്ച് ചെറിയൊരു കണ്ടെയ്നർ ബോക്സിലാക്കി വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. പക്ഷേ ഇതിനേക്കാളും ഏറ്റവും എളുപ്പവും ഏറ്റവും ഗുണം കൂടുതലും ഉള്ളത് അപ്പോഴാണോ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം വരുന്നത് ആ സമയത്ത് എല്ലാം കൂടെ ചെയ്യുന്നതാണ്. അതായത് കണ്ടെയ്നറിൽ ഇട്ട് വെക്കാതെ തന്നെ അപ്പം തന്നെ നിങ്ങൾ ഈ ഉള്ളിയുടെ തോല് ഫ്രൈ ചെയ്ത് മിക്സിയിലിട്ട് അടിച്ച് അതിലേക്ക് അലോവേര ജെല്ല് ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ടാവുക.
അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല എന്റെ ചാനലിൽ കയറിയിട്ട് മറ്റുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്റെ ചാനലും എന്റെ വീഡിയോസും എന്റെ പ്രസന്റേഷനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ.